പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ ആണ്. ഇന്നത്തെ എൻ്റെ വ്യൂ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ SMT ഡൈവേർജൻസ് കിട്ടി. അത് പ്രീവിയസ് വീക്ക് ലോ ആൻഡ് ഹൈ DXY ലോ ഇതിനകത്ത് ഹൈ എടുത്ത്, അത് ഹൈ എടുത്തിട്ടില്ല, DXY എടുത്ത് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. വീക്ക്ലി ലിക്വിഡിറ്റി ആയതുകൊണ്ട് 4 hour ഷിഫ്റ്റ് ചെയ്തിടണം. അത് ഫസ്റ്റ് 15 മിനിറ്റ് നോക്കുമ്പോൾ 15 മിനിറ്റ് കിട്ടിയത് അതിൻ്റെ പ്രൈസ് മേളിലേക്ക് പോയി. അതായത് 4 hour റിജക്ഷൻ ബ്ലോക്ക് എടുത്ത് ദെൻ പ്രൈസ് ഈ ഒരു മാർക്കറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് താഴത്തേക്ക് പോകണമെന്നായിരുന്നു എൻ്റെ ഒരു വ്യൂ. ബട്ട് മാർക്കറ്റ് താഴോട്ട് പോയില്ല. മുകളിലേക്ക് പോയി. അതിന് ഇത് റീസണായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഈ ഒരു വാട്ടർ ബ്ലോക്ക് ടാപ്പ് ചെയ്തിട്ട് മേളിലേക്ക് പോയതായിട്ട് കൂട്ടാം. പ്രൈസ് എൻ്റെ ഒരു അനാലിസിസ് കറക്റ്റായില്ല. കുഴപ്പമില്ല, ഓക്കെ, ഇറ്റ്സ് നോർമൽ. നാളെ ഇപ്പോൾ മാർക്കറ്റ് എവിടെയാണ് നിൽക്കണമെന്ന് നോക്കാം. ഡെയിലി നോക്കുകയാണെങ്കിൽ ഡെയിലി ഇവിടെ ഒന്നുമില്ല. വീക്ക്ലി നോക്കുകയാണെങ്കിൽ വീക്ക്ലി ഓർഡർ ബ്ലോക്ക് ഉണ്ട്. എന്തിനു നോക്കുകയാണെങ്കിൽ മന്ത്ലി ഒന്നുമില്ല. വീക്ക്ലി ഓൾറെഡി ഓർഡർ ബ്ലോക്കിലാണ് നിൽക്കണം പ്രൈസ്. അത് മാർക്ക് വെച്ചേക്കാം. ഇവിടെ വരെയാണ് ഓർഡർ ബ്ലോക്ക്. 4 hour എന്താണെന്ന് നോക്കാം. അത് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും നേരത്തെ വെയിറ്റ് ചെയ്ത് FEGയിലാണ്. FEGയിൽ കോൺസിക്വൻ്റ് അഗ്രഷനിലാണ് പ്രൈസ് വന്ന് നിൽക്കുന്നത്. ഇവിടെ നിന്ന് 15 മിനിറ്റ് ഷിഫ്റ്റ് ഇട്ടുവാണെങ്കിൽ നമുക്ക് ന്യൂയോർക്കിൽ സെല് ചെയ്യാവുന്നതാണ്. അതേപോലെ വരുന്ന ആ ഒരു പ്രൈസിൻ്റെ റിയാക്ഷൻ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇത്രേ ഉള്ളൂ. ഇതായിരുന്നു പോസ്റ്റ് മാർക്കറ്റ് ബ്രേക്ക് ഡൗൺ. ഇനി 5 മിനിറ്റ് കൂടെയുള്ളൂ. അത് ഞാൻ ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ ക്ലോസ് ചെയ്യുന്നു. ബൈ.